ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനൊരു പുതിയ ടിപ്സായിട്ട് വന്നിരിക്കുന്നത്. ടിപ്സ് എന്ന് പറഞ്ഞാൽ പെറ്റോണിയ ആയാലും ഏത് പ്ലാന്റിൻ്റെ ആയാലും നമ്മൾ ചെറിയ ചെറിയ തണ്ടുകൾ കിളിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ വലിയ സ്റ്റെമ്മുകൾ കിട്ടാൻ വരുമ്പോൾ പ്ലാന്റിൽ വലിയ സ്റ്റെമ്മുകളില്ല, നമ്മൾ ചെറിയ കിളുന്നവരെ കിട്ടുന്നുള്ളെങ്കിൽ നമുക്ക് ആ പ്ലാന്റിനെ കിളിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകുന്ന പ്രയാസപ്പെടുന്നു പല ആൾക്കാരും. നമ്മുടെ ഈ ഇനം പ്ലാന്റ് ഇല്ലല്ലോ എന്നൊക്കെ കഷ്ടപ്പെടും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് ഏത് ചെറിയ ഇലകൾ കിളിച്ച് വരുന്ന ആ ഭാഗം വരെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് വീഡിയോ ആദ്യം കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും ആരും മറക്കരുത്. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പലരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് പ്ലീസ് നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ ടിപ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളൊരു തണ്ടാണ്. ഇതിൽ നമ്മൾ നോക്കിയാൽ ഒരു തണ്ടും കാണത്തില്ല എടുക്കാൻ തന്നെ. ചെറിയതായിട്ട് പൊടിച്ചു വരുന്ന ചെറിയ സ്റ്റെമ്മുണ്ട്. ഈ സ്റ്റെം നമ്മൾ എടുത്തില്ലെങ്കിലും ഈ സ്റ്റെം ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അത് വളർന്നു വലുതാവത്തൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെമ്മിനെ എടുത്ത് നമ്മൾ കിളിപ്പിക്കണം. അപ്പോൾ ഈ സ്റ്റെമ്മിനെ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റെം നമുക്ക് കിട്ടിയാൽ മാത്രം മതി നമുക്ക് വലിയ പ്ലാന്റ് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഇപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെം കട്ട് ചെയ്യാം. നമ്മളെ കട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികൾ ഫംഗസ് മുക്തമാക്കണം. സാഫോഡിക്കകത്ത് പറഞ്ഞാൽ നമ്മൾ മുക്കിയ ഒരു കത്രിക ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തണ്ടുകൾ എടുക്കാം. എങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണിക്കാം. ഇതേപോലെ ചെറിയൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്റ്റെം കിളിർത്ത് വരുന്നതേ ഉള്ളൂ. മൂന്നില ചെറിയതായിട്ട് മൂന്നില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെമ്പിനെയാണ് നമ്മൾ കിളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നടന്ന വീഡിയോ കാണാം. നമ്മൾ ഈ സ്റ്റെം നടുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആട്ടുമുഴുക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ചാണകപ്പൊടി ആയിരിക്കണം. ഇത് ചാണകപ്പൊടി പൊടിച്ചാണ് ഇരിക്കുന്നത്. വെർമി കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. അതുപോലെ ഉണങ്ങിയ മണ്ണ് ശരിക്കും ഇടഞ്ഞതായിരിക്കണം. ശരിക്കും ഇതുപോലെ പറക്കുന്ന മണ്ണായിരിക്കണം. കാറ്റ് തട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പറന്നു പോകുന്ന ടൈപ്പ് അത്രമാത്രം ഉണങ്ങിയ മണ്ണായിരിക്കണം. കല്ലുണ്ടാവരുത്. എന്നിട്ട് അത് കഴിഞ്ഞ് പേപ്പർ ഗ്ലാസ് നമ്മൾ എടുത്തു. പേപ്പർ ഗ്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 3 ഹോൾ കൊടുക്കുക. 2 ഹോൾ കൊടുത്താൽ ചിലപ്പോൾ വെള്ളം വലിഞ്ഞ് മറത്താനാണ് 3 ഹോൾ കൊടുക്കുന്നത്. ഈ 3 ഹോൾ ശരിയായിട്ട് ആയെന്ന് ഉറപ്പ് വരുത്തണം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനടി നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് ചാണകപ്പൊടി ഇടുന്നത്. ഒരു 3/4 സ്പൂണോളം ചാണകപ്പൊടി ഇട്ടു. ഈ ചാണകപ്പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് വളർന്നു വരുമ്പോൾ ശക്തിയോട് വളർന്നു വരാൻ വേണ്ടിയാണ്. പിന്നെ 1 സ്പൂൺ മണ്ണിട്ടു. ഈ 1 സ്പൂൺ മണ്ണിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണും ഈ ചാണകപ്പൊടി കൂട്ടി ഇളക്കാൻ വേണ്ടിയാണ്. ഇത് കറക്റ്റ് റേഷ്യോ വരാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് നേരത്തെ ഇളക്കി വെച്ചിരുന്നാൽ പോരാൻ വയ്ക്കും. അങ്ങനെ ഒക്കത്തില്ല. ഇത് കറക്റ്റ് റേഷ്യോ ആയിരിക്കണം. അല്ലെങ്കിൽ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കിളിച്ച് വരുമ്പോൾ വേര് അഴിപ്പോവും. ഈ പ്ലാന്റ് അതിനൊക്കെ ശക്തി വരത്തുള്ളൂ വളർന്നു വരാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉണങ്ങിയ മണ്ണിനെ മണ്ടയ്ക്കിടുക. മണ്ണിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം കൂന കൂട്ടി വേണം മണ്ണിടേണ്ടി. അല്ല നമ്മൾ പരത്തി വെക്കരുത് മണ്ണ്. ദാണ്ട് ഇതുപോലെ കൂന കൂട്ടിയിരിക്കണം മേപ്പോട്ട്. ഈ കൂന കൂട്ടിയ മണ്ണിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഈ നമ്മളെ സ്റ്റെം വെക്കാൻ പോകുന്നത്. ഈ സ്റ്റെം ഇതുപോലെ തന്നെ നമ്മൾ കുത്തി വെക്കുക. നമ്മൾ കുത്തി വെക്കുമ്പോഴൊക്കെ പിന്നെ കൂടുതൽ നമ്മൾ ബലം പ്രയോഗിക്കരുത്. ചെറുതായിട്ട് വേണം. കാരണം വെറും നൈസാണ് ഈ തണ്ടുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയോ ചതഞ്ഞു പോവുകയോ ചെയ്യരുത്. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കണം. ഗ്ലാസിൻ്റെ അകത്ത് മണ്ണ് മൊത്തം നനയത്തേക്ക് വെള്ളം ഒഴിക്കണം ആദ്യം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത്തെ ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ 4 സൈഡിലെ വെള്ളം ഇങ്ങനെ സൈഡിലെ വെള്ളം ഒഴിക്കാവും. ഈ പ്ലാന്റിൻ്റെ മണ്ടയ്ക്കോ സൈഡിലോ ഒന്നും വെള്ളം ഒഴിക്കരുത്. കാരണം നമുക്ക് ഈ സൈഡിലെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് അതിൻ്റെ ഈർപ്പം പിടിച്ച് പതുക്കെ ഈ പ്ലാന്റിന് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ പ്ലാന്റ് ശരിക്കും കിളിച്ച് നല്ല ഉഷാറായിട്ട് കിളിച്ച് വരും. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. നട്ട പ്ലാന്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഈ കാണുന്നത്. 13 ദിവസം ആയതേ ഉള്ളൂ. ഇത് നട്ടിട്ട് 13 ദിവസം ആയപ്പോഴത്തെ ഇത്രയും നല്ല ഉഷാറായിട്ട് കിളിച്ച് കഴിഞ്ഞ ആ പ്ലാന്റ്. അതുപോലെ ഇത് മാത്രമല്ല, ഇതുമെല്ലാം ഞാൻ അങ്ങനെ കിളിപ്പിച്ചതാണ്. പലപ്പോഴായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കിളിപ്പിച്ച പ്ലാന്റുകളായി കാണുന്നതല്ല. ഈ കാണുന്നതെല്ലാം നമ്മൾ കിളിപ്പിച്ചതാണ്. ഇതിനകത്ത് ഒത്തിരി തന്നിട്ട് ഒരു തണ്ട് പോയിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് വീഡിയോയിലാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനാണ് അപ്ഡേറ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കൽ കൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.